എന്തുകൊണ്ടാണ് ഈ പ്രമേഹം ഈ വൃക്കകളെ ഇങ്ങനെ ബാധിക്കുന്നത്? പ്രമേഹം ഏത് അവയവത്തെ ബാധിക്കുവാനും കെൽപ്പുള്ള ഒരു മാരകമായൊരു വില്ലൻ രോഗമാണ്. ആദ്യത്തെ ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്കും കിഡ്നികളെ പയ്യെ ബാധിച്ചു തുടങ്ങും. കിഡ്നിയുടെ ജോലി എന്ന് പറഞ്ഞാൽ അരിക്കുക എന്നുള്ളതാണ്. ഒരു ഫിൽട്ടർ പോലെയാണ് കിഡ്നി വർക്ക് ചെയ്യുന്നത്. നമുക്ക് വേണ്ടാത്ത എല്ലാ സാധനങ്ങളും മൂത്രമായിട്ട് പുറത്തേക്ക് പോകും. നേരെ മറിച്ച് പ്രോട്ടീൻ എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു ഘടകമാണ്. പക്ഷേ ഈ അരിപ്പകൾക്ക് ലീക്ക് വരുന്നതുകൊണ്ട് പ്രോട്ടീൻ പുറത്തേക്ക് തള്ളപ്പെടുന്നു. അതാണ് മൂത്രത്തിൽ പതയായിട്ട് നമ്മൾക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ മൂത്രത്തിലെ ഈ പ്രോട്ടീൻ്റെ ലീക്ക് തുടക്കത്തിലേ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂർ മൂത്രം പരിശോധിക്കുക. അത് 150 മില്ലിഗ്രാമിന് താഴെയാണെങ്കിൽ നമുക്ക് യാതൊരു വൃക്കരോഗവുമില്ല. 150 മില്ലിഗ്രാമിന് മുകളിലാണെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള മരുന്നുകൾ, ധാരാളം മരുന്നുകൾ നിലവിലുണ്ട്. AC ഇൻഹിബിറ്റേഴ്സ്, ARBs, അതുപോലെ പുതിയ മരുന്നുകൾ ലഭ്യമാണ്. ഇത് തുടക്കത്തിലേ കൊടുത്തു കഴിഞ്ഞാൽ പ്രോട്ടീനൂറിയയുടെ പ്രോഗ്രസ് അവിടെ നിർത്തുവാനായിട്ട് സാധിക്കും. നമ്മുടെ വൃക്കകൾ നമുക്ക് സംരക്ഷിക്കുവാനായിട്ട് സാധിക്കും.